ഫസലൊക്കെ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്, സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുള്ളതാണ്, 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ സീരിയലിൽ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളത് എപ്പോഴും സീരിയലാണെന്നാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. വെച്ചാൽ സിനിമയിൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് 2 സിനിമയിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് ചെയ്യാനും പറ്റിയില്ല. കാരണം എനിക്ക് പറ്റിയില്ല. അല്ല, നല്ല ക്യാരക്ടറായിരുന്നു. അത് സിംഹാസന സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ, ഒരു കളക്ടറുടെ 4 സീനുള്ള. പക്ഷെ പോയിട്ട് എനിക്ക് ഞാൻ പ്രോമിറ്റ് ചെയ്ത് പരിചയമുള്ളൂ. എനിക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞു. പൃഥ്വിരാജൊക്കെ കംപ്ലീറ്റ് ബൈഹാർട്ട് ചെയ്തിട്ടാണ്. ഞാൻ ആദ്യം സായി ചേട്ടനുമായിട്ടാണ് കോമ്പിനേഷൻ. നല്ല ഒരു ടിപ്പ് ടോപ്പ് കളക്ടറാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അവസാനം എല്ലാം ബ്ലാങ്ക് ആയി പോയി. അല്ല, അത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പറ്റിയതാണ്. ഈ ലീന ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പാവമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി സംഭവങ്ങളൊക്കെയാണ്. സീരിയലിലേക്ക് നേരെ വരുമ്പോൾ ഭയങ്കര ബോൾഡായിട്ടുള്ള സീരിയസ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല മെനക്കെട്ട പണിയാണല്ലോ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോമഡി ഒരിടവരെയും അല്ലെങ്കിൽ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ള സീരിയസ് കഥാപാത്രങ്ങളാണ്. അതെ. അപ്പൊ ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു സീരിയലിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഒരു അമ്മൂമ്മ പോലത്തെ ക്യാരക്ടറാണ്. പക്ഷെ ത്രൂ ഔട്ട് ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ചെയ്യുമോ? ഭയങ്കര സന്തോഷമായിട്ട് ചെയ്യും. അത് ശരി. അങ്ങനെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ലുക്ക് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല. ഒരിടവരെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് സ്വിച്ച് ചെയ്യേണ്ട സമയം. കാരണം സീരിയൽസിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ അയ്യോ ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു ചേച്ചി വന്നിട്ട് ഇത്രയും പ്രായം ഉള്ള ഒരാളുടെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കുന്നത് അതൊക്കെ ബോറ് പരിപാടിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കും തോന്നുന്നു, കാരണം ക്യാരക്ടറാണ് പ്രധാനം. ആൾക്കാരുടെ മനസ്സിൽ ഏത് രീതിയിലും ഇടം പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇപ്പൊ സീരിയൽസ് നമുക്കറിയാം ഒരു ലിമിറ്റേഷൻ ഉണ്ട് ക്യാരക്ടേഴ്സിന്. അപ്പൊ അതിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നാലാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്നും നമ്മൾ ദുഃഖപുത്രി അല്ലെങ്കിൽ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു അനിയത്തി അങ്ങനെയായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പോ അതൊരു ധൈര്യമുണ്ട് ചെയ്യാൻ ധൈര്യമുണ്ട്. ശരി, അപ്പൊ ഇനി അടുത്ത പണിയുമായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത്. ഞാൻ എവിടെയും പോയിട്ടില്ല. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിൽ പറയാം. ഞാൻ പറയും, സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് ചടപടേന്ന് ആൻസർ പറയണം, കേട്ടോ? റെഡി? ആദ്യം നമുക്ക് ലീന ചേച്ചിക്ക് കൊടുക്കാം. ഒറ്റ വാക്കിൽ നിങ്ങളെ വിലയിരുത്തണം. എന്തായിരിക്കും? ലീന ചേച്ചിന്. എന്നെയോ? നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഒരു ഇത് പറയുമല്ലോ, സംഭവം പറയൂ. സംഭവം ഭയങ്കര എളിമയോടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടില്ല. ഇനി KGF മലയാളത്തിൽ റിലീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഏത് മലയാളം ആക്ടറെയാണ് റോക്കി ആയിട്ട് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്നത്? പൃഥ്വിരാജ്. സൂപ്പർ. ഇനി ഫേവറേറ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റി കപ്പിൾ? ഇന്ദ്രജിത്ത് പൂർണിമ. ശരി. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നീന്തൽ ട്രൈ ചെയ്തിട്ട് നടന്നില്ല. ഓക്കെ. സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം? ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഫുഡ്. അതാണ്. കുറച്ച് വെറൈറ്റി ഫുഡ്സ് വരട്ടെ. മീൻകറി, മീൻ വറുത്തത്. ഓക്കെ, ശരി. യുവർ ഫേവറേറ്റ് ആങ്കർ ഇൻ ടെലിവിഷൻ? കരൺ ജോഹർ. അവതാരക. അല്ല, ഏത് ആങ്കർ? കരൺ ജോഹർ. ഓക്കെ, സൂപ്പർ. നിനക്ക് ബോധിക്കുന്നില്ലേ? ഞാൻ ഒരു നിമിഷം ഭയന്നു, എങ്ങാനും എന്റെ പേര് പറഞ്ഞു. ഒരിക്കലുമില്ല. ശരി, ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ശരി. കടകളിൽ പോയി വിലപേശൽ ചെയ്യാറുണ്ടോ? ഉറപ്പായും യെസ്. ഓക്കെ. ഇനി പാർട്ട്ണറിന്റെ ഫീറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടോ? നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ മാത്രം. കൂടെ അഭിനയിച്ച കോ സ്റ്റാറിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? യെസ്, തോന്നിയിട്ടുണ്ട്. പ്രായം കുറച്ച് പറയാറുണ്ടോ? ഫസൽ റാസി ആയിരുന്നു ഒരാള്. സന്തോഷായില്ലേ? പ്രായം കുറച്ച് പറയാറുണ്ടോ? നോ. പ്രതിഭ പട്ടേൽ നമ്മുടെ രാജ്യത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണോ? നോ. പിന്നെ സ്പീക്കർ.
പാമ്പിനെ തോളത്തിടാന്ന് പറഞ്ഞത്. അതാ എല്ലാരും പ്രസിഡന്റ് ആവും പ്രതിഭ പട്ടേൽ. രാഷ്ട്രപതിയായിരുന്നു നമ്മുടെ പ്രസിഡന്റ് ഇംഗ്ലീഷാണ്. ഞാൻ പറഞ്ഞു വരികയായിരുന്നു. സ്പീക്കർ അവർ നല്ലൊരു സ്പീക്കറിൽ നിന്നാണല്ലോ ഈ ആയിരുന്നല്ലോ. പ്രസിഡന്റ് ആയിട്ട് അതെ തെരഞ്ഞെടുക്കുന്നത്. അതെ അതെ ശരി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ചേട്ടനാണ്. അവസാനം തന്നെ എനിക്ക് പണി കിട്ടി. ഓക്കെ, കണ്ടിന്യൂ ദ പണീസ്. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്താണ്? ഗുഡ് പേഴ്സൺ, നല്ലൊരു വ്യക്തിത്വം. നല്ലൊരു വ്യക്തിയാണ്. Yeah. ഗോഡ് ഫാദർ എന്ന ഫിലിമിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യായിരുന്നു? തിരഞ്ഞെടുത്തു. ഇളയരാജൻ. മറ്റുള്ളവർ ഒരു സൂപ്പർ പവർ കൊടുക്കാനുള്ള ചാൻസ് കിട്ടിയാൽ ഒരു ചാൻസ് എന്തായാലും ഇപ്പൊ ലീന ചേച്ചിക്ക് ഒരു സൂപ്പർ പവർ കൊടുക്കണം, എന്ത് കൊടുക്കും? ടു ഫ്ലൈ, പറക്കാനുള്ളൊരു കഴിവ്. പറക്കാൻ. എനിക്കാണെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. എന്തൊന്നും കിട്ടുന്നില്ല, അതൊരു സൂപ്പർ പവർ. മതിലുകൾ ഇടിച്ച് തകർക്കാനുള്ള ശക്തി, അങ്ങനെ പറയും. ഇൻവിസിബിൾ ആവാനുള്ള പവർ താജ. യെസ്, അത് തന്നെ, അദൃശ്യമാവാനുള്ളൊരു. എനിക്കത് വേണം. എനിക്ക് കുറച്ച് കാര്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി ഞാൻ പറയുന്ന പേരുകൾ, ഞാൻ പറയുന്ന കുറച്ച് വേർഡ്സ് ഞാൻ പറയും, അതിൽ ചേട്ടന് ഹോട്ട് ഓർ നോട്ട് എന്ന് പറയണം, ചൂസ് ചെയ്യണം. സ്മോക്കിംഗ്, ഹോട്ട്. ഹോട്ട്. നൈറ്റ് ഡ്രൈവ്, ഹോട്ട്. ഹോട്ട്. ഗോസിപ്പിംഗ്, ഓഫ് കോഴ്സ് ഹോട്ട്. ഹോട്ട്. വർക്ക്ഔട്ട്, യെസ്, വെരി മച്ച് ഹോട്ട്. ഹോട്ട്. സ്വാസിക, വെരി 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 മച്ച് മച്ച് എന്ത്? നോട്ട്. എന്തൊക്കെയോ പ്രതീക്ഷിച്ചല്ലേ. ലവ്, No, I don't know. വാടാ വാടാ പയ്യ. ഞാൻ പറയില്ല, എനിക്ക് വീട്ടിൽ പോകാൻ. ഫസ്റ്റ് ലവ് പേര് പറയണ്ട, ഏത് പ്രായത്തിലായിരുന്നു? ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒരു എല്ലാ തോന്നിയിട്ടുണ്ട്. പക്ഷേ അല്ല, ഈ റൗണ്ടിന്റെ പേര് സത്യം മാത്രം ബോധിപ്പിക്കുക. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് അങ്ങനെ പ്രേമം എന്ന് വെച്ചാൽ ഭയങ്കര ഷൈ ടൈപ്പ്. ക്രഷ് ഉണ്ടായിരുന്നോ? ഏത് അത് പിന്നെ എല്ലാവർക്കും തോന്നുന്നു, എല്ലാ ഗേൾസിനും. അല്ലാതെ പ്രേമം എന്ന് പറയുന്ന ഒരു ഷൈ പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ആരോടും അങ്ങനെ പ്രേമുണ്ടായില്ല. സംസാരിക്കാം. ജീവിതത്തിൽ ഏറ്റവും ഭയക്കുന്ന ഒരു കാര്യം? ഭയക്കുന്ന ഒരു കാര്യം എന്താ പറയാ, എന്തോടെ ഇത്, ഭാര്യയാണോ? ഭാര്യയാണോ? എന്ന് കിട്ടുന്നില്ലല്ലോ. അത് ഭാര്യയായിട്ടായിരിക്കും കിട്ടാത്തത്. ശരി, ഭാര്യ. നമ്മൾ അങ്ങനെ വിചാരിച്ചു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇനി അനുയോജ്യമായി വിലയിരുത്തി മാർക്ക് കൊടുക്കണം ഞാൻ പറയുന്ന പേരുകൾക്ക്. ഓക്കെ, സ്വാസികയെ വെച്ചിട്ടാട്ടോ ചോദ്യം. സ്വാസിക ആസ് എ ഫ്രണ്ട് 10 marks. 10 മാർക്ക്. ആസ് എ കോ-സ്റ്റാർ 10. ആസ് എൻ ആക്ടർ 11. 10. എക്സ്ട്രാ. യു ആർ വെരി ഗുഡ് ആക്ട്രസ്. സത്യസന്ധമായിട്ട് പറയാണ്. സ്വാസിക ആസ് എൻ ആങ്കർ. Anchor also, yeah. 9 മതി. 9 മതി. 9. Oh yes, 9 to 10. Okay. Jawaharlal Nehru is our first Indian president. Yes or no? No. Oh, PM. First PM. Very good. Super. Thank you very much. Yeah. ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പോലും പറഞ്ഞില്ല. എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. എന്തായാലും തകർത്തു. നിങ്ങൾ രണ്ടുപേരും കൂടി താരോത്സവത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് നമ്മൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ സെറ്റായിട്ട് ചെയ്യുന്നതാണ്. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പാട്ടോ സംഭവങ്ങളോ കിട്ടി വന്നു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ പോ, അല്ലിക്കാഭരണം എടുക്കാൻ പോകണ്ട. എന്താ നവിലേട്ടാ ഞാൻ പോയാല്? പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. ഇത് സത്യം സത്യം സത്യം. ഒരു മുறை